വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പുനരന്വേഷണം. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി അനീഷ് ദേവസ്യ ചേരുകയാണ്. അനീഷ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളൊക്കെ തന്നെ വരുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണത്തിനൊക്കെ തന്നെ നേരത്തെ രൂപീകരിച്ചിരുന്നു. ആ അന്വേഷണം എങ്ങും എത്തിയില്ല, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളൊന്നും തന്നെ കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പുനരന്വേഷണത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്നലെയാണ് വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പുനരന്വേഷണത്തിന് SIT രൂപീകരിച്ചത്. അനീഷ് ദേവസ്യയുണ്ട് വിവരങ്ങളുമായി. അനീഷ്, SIT ടീമിൽ ആരൊക്കെ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഇത് പ്രചരിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോ SITക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ കോഴിക്കോട് റൂറൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചെങ്കിലും ഇത് പിന്നിൽ ആരാണെന്ന് സത്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ കേസിൽ ഒരു സത്യം കണ്ടെത്താൻ ആവശ്യപ്പെട്ട് ഈ കുറ്റ്യാടി MLA ഈ പാറക്കൽ അബ്ദുള്ള മുഖ്യമന്ത്രി VD സതീശൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT രൂപീകരിച്ചിരിക്കുന്നത്. ഈ കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഉള്ളത്. ഈ ക്രൈംബ്രാഞ്ച് DYSP മനോഹരനാണ് ഈ അന്വേഷണ ചുമതല. ഈ വടകര സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. വരും ദിവസങ്ങളിൽ ഈ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരാണ്, ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ. ശരി, അനീഷ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ വൈകുന്നേരം KK ശൈലജ, അന്നത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന, വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ പറഞ്ഞ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം പ്രഖ്യാപിച്ചു, SIT വന്നാൽ എന്താണ് നടന്നതിന് ശേഷം പറയാം, സ്വാഗതം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ എതിർക്കാനോ ഒന്നുമില്ല, ഞാൻ സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിൽ അന്വേഷണം നടക്കില്ലേ എന്നതായിരുന്നു ഇന്നത്തെ പ്രതികരണം. ഏതായാലും ഒരു ഘട്ടത്തിൽ നിലച്ചുപോയ അന്വേഷണമാണ്. അതിൽ ബാക്കി നടപടികൾ എന്താവും SITയുടെ ഭാഗത്തുനിന്ന് കണ്ടറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.